കോഴിക്കോട് കുന്നമംഗലം മണ്ഡലത്തിലെ തീക്കുനി അംഗനവാടി ബൂത്തിൽ 4 തവണ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനാൽ വോട്ടിംഗ് തടസ്സപ്പെട്ടു. വോട്ടേഴ്സ് മണിക്കൂറുകളാണ് കാത്തുനിൽക്കേണ്ടി വരുന്ന സാഹചര്യം അവിടെ ഉണ്ടാകുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ ചേരുന്നു. അജി കുഞ്ഞുമോൻ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, അസിത, ഇന്ന് ഉച്ചയ്ക്ക് 2:25 കുന്നമംഗലം നിയോജക മണ്ഡലത്തിലെ ബൂത്ത് നമ്പർ 1 നമ്പർ ബൂത്തിൽ തീക്കുനി അംഗൻവാടിയിൽ, അത് കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ തീക്കുനി അംഗൻവാടി, അവിടെയാണ് 4 തവണ തുടർച്ചയായി ഈ വോട്ടെടുപ്പ് തടസ്സപ്പെട്ടത്. ഇന്ന് രാവിലെ മുതൽ തന്നെ EVM മിഷൻ പല സ്ഥലങ്ങളിലും വലിയ തലത്തിൽ തടസ്സപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാദാപുരം മണ്ഡലത്തിലെ വിവിധ മേഖലകളിലും ഇത്തരത്തിലുള്ള സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ 4 തവണയാണ് EVM മിഷൻ തകരാറിലായത്. ടെക്നീഷ്യന്മാരെത്തി EVM മിഷൻ തുടർച്ചയായി തകരാറുകൾ പരിഹരിച്ച് വീണ്ടും വോട്ടെടുപ്പ് നടക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തന്നെ അത് തകരാറിൽ സംഭവിച്ചതോടെ വലിയ തരത്തിലുള്ള തിരക്ക് അവിടെ അനുഭവപ്പെട്ടു. ഈ തീക്കുനി അംഗൻവാടിയിൽ അനുഭവപ്പെട്ടു. വലിയ തരത്തിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറെ നേരം കാത്തിരുന്നാണ് അവിടെ വോട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ തകരാർ പരിഹരിച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പക്ഷേ രാവിലെ മുതൽ തന്നെ കനത്ത ചൂടാണ് ഈ കോഴിക്കോടിൻ്റെ വിവിധ മേഖലകളിൽ അനുഭവപ്പെടുന്നത്. ഈ ചൂടിനെ വകവയ്ക്കാതെ നിരവധി പേര് ആണ് ഈ കാത്തു നിൽക്കുന്നത്. ഈ വോട്ടിംഗ് മെഷീനുകൾ പല മേഖലകളിലും, കോഴിക്കോട് ജില്ലയിലെ പല മേഖലകളിലും തകരാറിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സാങ്കേതിക വിദഗ്ധരടക്കം അത് പരിഹരിച്ചുകൊണ്ട് വീണ്ടും ഇപ്പോൾ വോട്ടിംഗ് പുരോഗമിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള തിരക്കുകൾ രാവിലെ അനുഭവപ്പെട്ടിരുന്നുവെങ്കിലും ഉച്ച കഴിഞ്ഞ് അത്തരത്തിലുള്ള തിരക്കുകളൊന്നും തന്നെയും ഉണ്ടായിട്ടില്ല. ദിലീപ് കുമാർ, അസിത. വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.